അങ്ങനെ പാത്തക് ഫിലിപ്പിന്റെ ഗസ്റ്റ് റൂമിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. പാത്തക് ഫിലിപ്പിന്റെ എംബ്ലമുള്ള ചായ കേട്ടോ. പാത്തക് ഫിലിപ്പിന്റെ ഒഫീഷ്യൽ ബ്യൂട്ടിക്കില് വാച്ച് മേടിക്കാതെ തന്നെ നിൽക്കുകയാണ് ഞാൻ ഇന്ന് ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ പോവുകയാണ്. വാച്ചുകളെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്ന കാലം മുതൽ തന്നെ എൻ്റെ മനസ്സിലുള്ള ഒരു സ്വപ്നമായിരുന്നു ലക്ഷറി ബ്രാൻഡ്സിൻ്റെ എല്ലാം ബ്യൂട്ടിക്കുകൾ സന്ദർശിക്കുക എന്നത്, അവിടെ നിന്ന് വീഡിയോ ചെയ്യുക എന്നത്. അതിൽ സ്പെഷ്യലി എടുത്തു പറയേണ്ട, ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഒരു ബ്രാൻഡാണ് പാത്തക് ഫിലിപ്പ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ്. അവരുടെ വാച്ചുകൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ കേവലം കോട്സ് വാച്ചുകൾ വരെ 20 ലക്ഷം രൂപയ്ക്ക് മുകളിലായിട്ടാണ് പ്രൈസിങ് വരുന്നത്. അത്തരത്തിലുള്ള ഒരു ഒഫീഷ്യൽ ബ്യൂട്ടിക്കിൽ ചെല്ലുക, അധികം സമയമില്ലെങ്കിൽ പോലും അവിടെ നിന്ന് വീഡിയോ എടുക്കുക, അത്തരം ഒരു ഒഫീഷ്യൽ ബ്യൂട്ടിക്ക് സന്ദർശിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്, ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഇപ്പോൾ നടക്കുന്നത്. അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഹായ് ഗായ്സ്, ദിസ് ഈസ് എഫ്നാം, യു ആർ വാച്ചിങ് ക്രോണോഗ്രാഫ്. വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ പോകുന്നത് ഗലേറിയ മാളിലേക്കാണ്. അതിനകത്തുള്ള പാത്തക് ഫിലിപ്പിൻ്റെ ഷോറൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മുടെ ഗലേറിയ മാളിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് ആ മാളിൻ്റെ എൻട്രൻസ്. വളരെ നല്ല ഒരു വിഷ്വലാണ്. വന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു അടിപൊളി സീനിക് പ്ലേസിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്താണ് നമ്മളുടെ ഒഫീഷ്യൽ പാത്തക് ഫിലിപ്പിൻ്റെ ബ്യൂട്ടിക്ക് എന്ന് പറയുന്നത്. അബുദാബിയിലെ ഗലേറിയ മാളിൻ്റെ അകത്ത് കൂടെയാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായ ഒരു മോളാണ്. ഒരുപാട് ബ്രാൻഡ്സിനെ നമുക്ക് കാണാൻ കഴിയും. ദാ നമ്മുടെ കൺമുമ്പിൽ തന്നെ ഗുച്ചിയുണ്ട്. ആ ഭാഗത്തായിട്ട് ലൂയി വിത്തോൺ എന്നുള്ള വലിയ ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നത് കാണാം. ഇപ്പുറത്ത് ആപ്പിൾ നമുക്ക് കാണാം. ആപ്പിളിൻ്റെയൊക്കെ ഷോറൂം ഒരു രക്ഷയില്ലല്ലേ. എന്താ അല്ലേ. അതിൻ്റെ അകത്തേക്ക് നിങ്ങൾ നോക്കി, ഒരു വാട്ടർ ഫൗണ്ടൈൻ തന്നെ നമുക്ക് ആപ്പിളിൻ്റെ ഷോറൂമിൽ കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ ലൂയി വിത്തോൻ്റെ ഒരു പരസ്യം ഒരു ചുമര് നിറയാണ്. ഇത്തരം വലിയ ബ്രാൻഡ്സ് എല്ലാം നമ്മുടെ കൺമുമ്പിൽ ഉണ്ടെങ്കിലും ഇതിൽ ചില ബ്രാൻഡ്സിലെല്ലാമാണ് നമുക്ക് പ്രൊഡക്ട്സ് മേടിക്കാൻ കഴിയുള്ളൂ. എസ്പെഷ്യലി വാച്ച് റിലേറ്റഡ് ബ്രാൻഡ്സ്, അതായത് ഫാഷൻ ബ്രാൻഡ്സ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വാച്ച് ബ്രാൻഡ്സിൽ നമുക്ക് കയറുന്നതിന് പ്രത്യേകമായിട്ട് അപ്പോയിൻമെൻ്റ് എടുക്കണം. നമ്മൾ അവിടെ ചെല്ലുന്നതിന്, അവരെ കയറ്റുന്നതിന് തന്നെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇനി വാച്ച് മേടിച്ചാൽ തന്നെ പർച്ചേസ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ അടുത്തൊരു വാച്ച് ആ ഒരു ക്ലയൻസിന് കൊടുക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലൊക്കെ വളരെ ഡിമാൻഡഡ് ആയിട്ടുള്ള ബ്രാൻഡ്സിൻ്റെ ബ്യൂട്ടിക്ക് പോവുക, അവിടെ നിന്ന് ഒരു വീഡിയോ ചെയ്യുക എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അതൊരു ഡ്രീമാണ്. അപ്പോൾ ഇതിനെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളുടെ പവറാണ് ഇതിനെല്ലാം ഹെൽപ്പാക്കുന്നത്. നമ്മളതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരാളും കൂടിയുണ്ട്. ജിജി സാറാണ്. ജിജി സാർ ഒരു ലെവൽ 3 വാച്ച് മേക്കറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലിയും അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സൊക്കെ വർഷങ്ങളോളം വർക്ക് ചെയ്ത ഒരു സ്ഥാപനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ മലയാളികളായ പല വാച്ച് ടെക്നീഷ്യൻസും ഇത്തരം ബ്രാൻഡ്സിൽ അവർ വർക്ക് ചെയ്തിരുന്ന കാലത്ത് ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ട് വെല്ലായിട്ട് അവർ ചെയ്ത ജോലി വൃത്തിക്ക് ചെയ്തുകൊണ്ടാണ് മലയാളീസായ ആളുകളെ വീണ്ടും അവിടെ വരുമ്പോൾ യാതൊരു പ്രൊസീജിയറും ഇല്ലാതെ കടത്തിവിടുകയും നമ്മളെ കൊണ്ട് വീഡിയോ ചെയ്യാൻ അനുവദിക്കുകയൊക്കെ ചെയ്യുന്നത്. ഫാമിലിയിലെ സണ്ണിച്ചാൻ ഈ കമ്പനിയിലാണ് അൽമനാറ ഇന്റർനാഷണൽ, പാത്തക് ഫിലിപ്പ്, AP, ഓഡിമാസ്പീക്ക്, PAG നമ്മുടെ ബ്രാൻഡുകളാണ്. അപ്പോൾ ആ ഒരു ബ്രാൻഡ്സിൽ വർക്ക് ചെയ്തതിൻ്റെ ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്കൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. സണ്ണിച്ചാൻ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. സണ്ണിച്ചാൻ 1.5 വർഷം മുമ്പ് ആള് നമ്മളെല്ലാം വിട്ട് കടന്നുപോയി. എങ്കിലും സണ്ണിച്ചാൻ്റെ ഓർമ്മകൾ എല്ലാവരിലും ഉണ്ട്. സെൻറ്റിമെൻ്റൽ എലമെൻസ് ആണ് എല്ലായിടത്തും. നമുക്ക് മറക്കാൻ പറ്റാത്ത ചില നല്ല നിമിഷങ്ങൾ, ഓർമ്മകൾ സമ്മാനിച്ചാണ് സണ്ണിച്ചാൻ കടന്നുപോയിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ കമ്പനി വരുമ്പോഴത്തേന് സണ്ണിച്ചാൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട്. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പലരിലും അത് എന്നും അവരുടെയൊക്കെ മനസ്സിൽ നിൽക്കും. ഫൈനലി നമ്മൾ പാത്തക് ഫിലിപ്പിൻ്റെ ഷോറൂമിലേക്ക് പോവുകയാണ്. അവിടെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല, പക്ഷേ അങ്ങനെ ഒരു ആഗ്രഹപ്പുറത്താണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. അവിടെ നിന്ന് നമുക്കൊരു ടീ ഓഫർ ചെയ്തിട്ടുണ്ട്. പാത്തക് ഫിലിപ്പിൻ്റെ ഷോറൂമിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അവിടെ പാത്തക് ഫിലിപ്പ് ജനീവ എന്ന ആ ഒരു ബാഡ്ജിങ് നമുക്ക് കൊടുത്തിരിക്കുന്നത് കാണാം. അവരുടെ അതിമനോഹരമായ ആ ഒരു ലോഗോയും നമുക്ക് കാണാം. ഈ ഒരു ഷോറൂമിനുള്ളിലേക്കായിരിക്കും
നമ്മൾ പോകാൻ പോകുന്നത്. അങ്ങനെ പാതക് ഫിലിപ്പിന്റെ ഗസ്റ്റ് റൂമിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. 1839 ഈ ബ്രാൻഡ് ഫൗണ്ട് ചെയ്തത്. 185 വർഷത്തിന്റെ പാരമ്പര്യമാണ് ഈ ബ്രാൻഡിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വാച്ച് എല്ലാവർക്കും വാങ്ങാൻ കഴിയുകയില്ല, അത്രയ്ക്ക് ഡിമാൻഡാണ്. ഇത് ഇന്റർനാഷണൽ മാഗസിൻ ആണ്, വോളിയം 2 നമ്പർ 6 പാതക് ഫിലിപ്പ് ഇന്റർനാഷണൽ മാഗസിൻ ക്യാൻവാസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഏറ്റവും ലേറ്റസ്റ്റ് അറൈവൽ പാതക് ഫിലിപ്പിന്റെ അവർ മാർക്കേഴ്സ്, എവറോസ് ഗോൾഡ്, കെ ബെസലില് ഡയമണ്ട്സ്, കേസില് ലെക്സില് ഒക്കെ ഡയമണ്ട്സ് ഉള്ള പാതക്കിന്റെ കിട്ടുന്ന ഷോക്കേസിന് ഇവിടെയാണ് വാച്ചൊക്കെ മേടിക്കാൻ വേണ്ടി വരുമ്പോൾ അവർ ഇരുത്തുന്നതും അപ്പോയിന്റ്മെന്റ് തരുന്നതും. ഈ വാച്ച് റിസർവ്ഡ് ആണ്. 1932 ഇറങ്ങിയ പാതക് ഫിലിപ്പ് കളത്രവ മോഡലിന്റെ ഓട്ടോമാറ്റിക് വേർഷൻ ആണ്. വില 37 ലക്ഷം രൂപ. പാതക് ഫിലിപ്പിന്റെ ഒഫീഷ്യൽ ബ്യൂട്ടിക്കില് വാച്ച് മേടിക്കാതെ തന്നെ നിൽക്കുകയാണ് ഞാൻ. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് അതിനുള്ളിൽ ഞാൻ പറഞ്ഞു തീർക്കുന്നത്. ഈ കാണുന്നതെല്ലാം റിസർവ്ഡ് വാച്ചസ് ആണ്. വർഷങ്ങളോളം കാത്തിരുന്ന് ആളുകൾക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന പാതക് ഫിലിപ്പ് വാച്ചുകൾ. ഇതാണ് ഈ പാതക് ഫിലിപ്പ് ബ്യൂട്ടിക്കിന്റെ ഒരു 360 ഡിഗ്രി വ്യൂ. ഈ കാണുന്നത് വർഷങ്ങളോളം കാത്തിരുന്ന് റീറ്റെയിൽ പ്രൈസിന് വാച്ചുകൾ മേടിക്കുന്നവർക്ക് കയ്യിൽ ധരിക്കുന്നതിനും അവരുടെ മുമ്പിൽ വാച്ച് കൊണ്ടുവന്ന് വെക്കുന്നതിനും എല്ലാം സജ്ജീകരിച്ചിരിക്കുന്ന ടേബിളാണ്. ഇത് എക്സിബിഷൻ പർപ്പസിലുള്ള പാതക് ഫിലിപ്പ് വാച്ചുകളാണ്. പാതക് ഫിലിപ്പ് വാച്ചുകളുടെ ഡിസ്പ്ലേ ആണ് ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. വേൾ ടൈം വാച്ചിനെ ഇൻസ്പയർഡ് ചെയ്തിട്ടുള്ള ഒരു വാൾ ക്ലോക്ക് ആണിത്. വേൾ ടൈം വാച്ചിന്റെ വിലയായി വരുന്നത് 32 ലക്ഷത്തിന് മുകളിലാണ്. അബുദാബിയിലെ പാതക് ഫിലിപ്പ് ബ്യൂട്ടിക് എന്ന് സൂചിപ്പിക്കുന്നതിനായി ഫാൽക്കന്റെ പിക്ചേഴ്സും ഇവിടെ വെച്ചിരിക്കുന്നുണ്ട്. പാതക് ഫിലിപ്പിന്റെ ഫസ്റ്റ് ബിൽഡിംഗ് ആണ് ഇവിടെ ഷോക്കേസ് ചെയ്തിരിക്കുന്നത്. പാതക് ഫിലിപ്പിന്റെ ഹിസ്റ്ററി അറിയുന്നതിനായി താഴെ ഒരു ആൽബവും വെച്ചിരിക്കുന്നു. ഒഫീഷ്യൽ പാതക് ഫിലിപ്പ് ബ്യൂട്ടിക്കിൽ നിന്ന് ഒരു ഗിഫ്റ്റും ലഭിച്ചിട്ടുണ്ട്. അത് ഞാൻ പതിയെ നിങ്ങളെ കാണിച്ചു തരാം. ഇത് പാതക് ഫിലിപ്പിന്റെ ആനുവൽ കലണ്ടർ മോഡൽ വാച്ചാണ്. 18K ഗോൾഡ് കേസ് ആണ് ഈ വാച്ചിനായി വരുന്നത്. ഒരു മൂൺ ഫേസ് കാണാം. ഏകദേശം മാർക്കറ്റ് പ്രൈസ് വരുന്നത് 69 ലക്ഷത്തിന് മുകളിലാണ്. ഈ വാച്ച് റിസർവ്ഡ് ആണ്. പാതക് ഫിലിപ്പ് ആക്സസറീസ് നിങ്ങൾക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയും. സ്യൂട്ട്സിന്റെ ഒക്കെ ഒപ്പം പിൻ ചെയ്യാവുന്ന 18 കാരറ്റ് ഗോൾഡിലുള്ള പിന്നുകളാണ്. ഈ പിന്നുകളൊന്നും നമുക്ക് പുറത്ത് വാങ്ങാൻ കിട്ടില്ല. ഇത് പാതക് ഫിലിപ്പ് ആനുവൽ കലണ്ടറിന്റെ മറ്റൊരു മോഡലാണ്. പാതക് ഫിലിപ്പ് ഗോണ്ടോളോ കോട്സ് വാച്ചാണ് നിങ്ങൾ ഈ കാണുന്നത്. ഏകദേശം 35 ലക്ഷത്തിന് മുകളിലാണ് ഈ വാച്ചിന്റെ പ്രൈസ്. ഇത്തരം വിവരങ്ങളെല്ലാം വിവരിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് ജിജി സാറ്. ഏകദേശം 12 വർഷത്തിന് മുകളിൽ ഇദ്ദേഹം പാതക് ഫിലിപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഒഫീഷ്യൽ ബ്യൂട്ടിക്കിൽ നിന്നാണ് UAE പല VVIPസിനും എന്തിന് യൂസഫ് അലിക്ക് പോലും ഈ ബ്യൂട്ടിക്കിൽ നിന്ന് വാച്ചുകൾ സെല് ചെയ്തിട്ടുണ്ട്. ഇത് പാതക് ഫിലിപ്പ് 24 ഡയമണ്ട് ബെസൽ വാച്ചാണ്. അങ്ങനെ പാതക് ഫിലിപ്പിൻ്റെ ഷോറൂമിൽ അവർ നമുക്ക് ചായ തന്നിരിക്കുകയാണ്. അതിന് കാരണക്കാരൻ ഇദ്ദേഹം കേട്ടോ. പാതക് ഫിലിപ്പിൻ്റെ എംബ്ലമുള്ള ചായ കേട്ടോ. അതുപോലെ തന്നെ ചോക്ലേറ്റ്സ്. എന്റെ സ്വന്തം കൈകളിൽ പാതക് ഫിലിപ്പിന്റെ ഏറ്റവും ഡിമാൻഡഡ് ആയിട്ടുള്ള നോട്ട്ലെസ് വാച്ച്, അക്യുനോട്ട് വാച്ചിനെ കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ വാച്ചൊന്നും ഈ ഒരു ബ്യൂട്ടിക്കിൽ എനിക്ക് കാണാൻ പോലും കഴിഞ്ഞില്ല. കാരണം ചില സാഹചര്യങ്ങളിൽ 10 വർഷത്തിന് മുകളിൽ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ സെലിബ്രിറ്റി പ്രൊഫൈലിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഈ ബ്യൂട്ടിക്കിൽ നിന്ന് അത്തരം വാച്ചുകൾ സെല് ചെയ്യുന്നത്. ഏകദേശം ആ വാച്ചുകളുടെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1,80,00,000 മുതൽ 3 കോടി രൂപയ്ക്ക് അടുത്താണ്. ഇവരുടെ ഈ ക്യാപ്ഷനാണ് പല ബിസിനസ്സുകാരുടെയും ഈഗോ ഹേർട്ട് ചെയ്യുന്നത്. യു നെവർ ആക്ച്വലി ഓൺ എ പാതക് ഫിലിപ്പ്, യു മെർലി ലുക്ക് ആഫ്റ്റർ ഇറ്റ് ഫോർ ദ നെക്സ്റ്റ് ജനറേഷൻ. ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു പാതക് ഫിലിപ്പ് വാച്ച് മേടിക്കാൻ പറ്റില്ല, അതല്ലേ നമ്മുടെ ഈഗോ ഹേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വാച്ച് മേടിക്കാൻ ഓരോ ആളുകളും അവരുടെ സമയം വളരെ വൃത്തിയായി ഉപയോഗിക്കാൻ ശ്രമിക്കായിരിക്കും. അങ്ങനെ നമ്മുടെ ഡ്രീം നമ്മൾ അച്ചീവ് ചെയ്ത് ഇപ്പോൾ തിരിച്ച് നമ്മൾ പോവുകയാണ്. ഒരിക്കലും പ്രതീക്ഷയില്ല ഇത്രയും എലാബറേറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ബ്യൂട്ടിക്കിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റുമെന്നും. ഒരുപാട് വീഡിയോസ് നമുക്ക് എടുക്കാൻ കഴിഞ്ഞു. ഇതിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്,
നമ്മൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നോ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നുവോ അതിനെ സ്വപ്നം കാണാൻ നമ്മൾ ശ്രമിക്കുന്നോ ഉറപ്പായിട്ടും അത് നിങ്ങളെ തന്നെ തേടി വരും. ആ ഒരു മെസ്സേജ് ഈ വീഡിയോയിലൂടെ കൺവേ ചെയ്യാൻ എനിക്ക് സാധിച്ചു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വാച്ച് ലവേഴ്സിനെ വീഡിയോ ഷെയർ ചെയ്യുക. അടുത്തൊരു മനോഹരമായൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.